ഈ സമൂഹത്തിനോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ സമൂഹത്തിനോടാണ് ആദരവായ വിശുദ്ധമായ ഖുർആൻ. ഞാൻ ഏറെ പറയുന്നില്ല, പത്രവാർത്തകൾ ഏറെ പറയുന്നില്ല. സ്വന്തം മക്കളിലാണ് മയ്യത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാളെ മക്കൾ മണ്ണിന്റെ അടിയിൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടിയിട്ട് എന്റെ വാപ്പ മരിച്ചു, ഇനി ബാക്കി മുഴുവനും എനിക്കെന്ന് പറയുന്ന ജാമിതീയ ജ്യോതിശാസ്ത്രത്തിന്റെ കണക്ക് പറയാതിരിക്കണമെങ്കിൽ നാളെ നാം ഈ നൊന്ത് പ്രസവിച്ച നമ്മുടെ മക്കൾ കണ്ണുനീരൊഴിപ്പിച്ച് നമ്മുടെ പുറകിൽ കിടന്ന് മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊരു അടിസ്ഥാന തത്വമുണ്ട്. എന്താണ് അടിസ്ഥാന തത്വം? ഇതിനൊരു അടിസ്ഥാന തത്വമുണ്ട്. 13ാമത്തെ വയസ്സിൽ കേരളം മദ്യപിക്കാൻ തുടങ്ങുകയാണ്. 13ാമത്തെ വയസ്സിലാണ് കേരളത്തിന്റെ മദ്യപാനത്തിന്റെ തുടക്കം. അപ്പൊ ആരാ കുടിക്കുക? ഞാൻ പറയണോ, കേരളത്തിന്റെ കഴിഞ്ഞ മാസം കേരളത്തിലെ 30,000 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഒരു സർവേ നടത്തി. നിങ്ങൾ നന്നായിട്ട് കേൾക്കണം, വീട്ടിലിരുന്ന് മനസ്സിലാവൂല. അന്യ പുരുഷന്മാരുടെ കൂടെ പോകുന്ന അന്യ സമുദായത്തിന്റെ പുരുഷന്മാരെ കൈപിടിച്ചു പോകുന്ന പെണ്ണുങ്ങൾ, അതറിഞ്ഞിട്ട് ഏതെങ്കിലും ഇസ്ലാമിക പ്രവർത്തകർ അല്ലെങ്കിൽ ഉൾക്കൊള്ളവർ ഉമ്മായോട് വെച്ചിട്ട് നിങ്ങളുടെ മകളുടെ പോക്ക് അതൊന്ന് സൂക്ഷിക്കണം, അവളെ പറയുന്നത് കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ അങ്ങനെ തരില്ല എന്ന് പറഞ്ഞ് അവർക്കെതിരെ വിരടിച്ചുകൊണ്ടുവന്നവർ ഒന്ന് ചിന്തിക്കണം. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ധാരാളം ആളുകൾ ഞങ്ങൾ ഉമ്മയോട് കപ്പെടുന്നു പറഞ്ഞാൽ എന്റെ മോളെ മാത്രമേ നീ കണ്ടുള്ളൂ. എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല, എന്റെ മോൾ അങ്ങനെ ചെയ്യില്ല. അവൾ തഹജ്ജുദ് അവൾ സുബഹി കഴിഞ്ഞിട്ട് മനസ്സിലാവുന്നവളാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്യ പുരുഷന്റെ കൂടെ പോയ പെണ്ണ് അന്ന് സുബഹി നിസ്കരിച്ചിട്ട് മനസ്സിലാക്കിയിട്ടാണ് പോയത് എന്ന കാര്യം മറന്നു പോകരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പലപ്പോഴും അത് ചൂണ്ടിക്കാണിക്കുന്നവരുടെ നേരെ വിരൽ ചൂണ്ടുന്ന ആളുകൾ അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിലേക്ക് പ്രധാനപ്പെട്ട 30,000 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സർവേ നടത്തിയപ്പോൾ 60% പെൺകുട്ടികളും 60% ആൺകുട്ടികളും. ഇത് അഹ്മദ് കബീർ സർവേയല്ല. നിങ്ങൾ 5 നേരം വാക്ക് വിളിക്കുമ്പോഴും എടുത്ത് മറിച്ചു നോക്കുന്ന മാഗസിന്റെ സർവേയാണ്. മാഗസിന്റെ പേര് മനസ്സിലായില്ല, നിങ്ങളുടെ പേര് തന്നെ വനിത, അതിന്റെ തന്നെ സർവേയാണ്. ആ സർവേയിലാണ് സഹോദരങ്ങളെ 60% ആൺകുട്ടികളും പെൺകുട്ടികളും ലൈംഗിക ബന്ധം ആസ്വദിച്ചവരാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേരളത്തിന്റെ നടുവിലാണ്. ഇത് ആധികാരികമായ സർവേ ആണെങ്കിൽ ഇത് പണ്ഡിതന്മാർ പറയുമ്പോൾ മനസ്സിലാവില്ല. അവരോട് പറയുമ്പോൾ അവർ പുരോഗമനത്തിന്റെ പടിവാതിലടച്ചവർ, സ്കൂൾ വിദ്യാഭ്യാസം തകർത്തവർ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അങ്ങനെ ഒരു വാക്യമില്ല, നമുക്ക് അങ്ങനെ ഒരു വാദമില്ല. ഇവിടെയാണ് ഖുർആൻ 2 വിഭാഗം ആളുകൾ പറയുന്നത്. അല്ലാഹു പറയുവാനും കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു പറയുവാനും കേൾക്കുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മദ്രസാധ്യാപകന്റെ മുന്നിൽ രാവിലെ മക്കൾ കൊണ്ട് വിട്ടാലോ, ആ മക്കളെ എട്ടും തൊട്ടും തിരിയാത്ത മക്കളെ സ്വർഗമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, നരകമെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, പരലോകത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, മാതാപിതാക്കളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ, സമൂഹത്തിന്റെ നന്മകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തീർച്ചയായും ഒരാളുകൾ വേണം, ഒരുവട്ടം ആളുകൾ വേണം. വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ വാക്കുകളിൽ കൂട്ടി ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞാനല്ലോ നിങ്ങൾ. മാമ്പഴം എന്ന കവിതയിൽ വൈലോപ്പിള്ളി പറയുന്നുണ്ട്, എട്ടും തൊട്ടും തിരിയാത്ത കുട്ടികൾക്ക് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്ന ദൈവജ്ഞാനികളാണ് നിങ്ങളെന്ന് അധ്യാപകർ പറയുമ്പോൾ ആ അധ്യാപകരാണ് ഈ കാണുന്ന മകലിനീങ്ങൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാകണം. ഈ വളരുന്ന ലോകത്ത് തകർന്ന ധാർമ്മികതയുടെ നടുവിൽ ഞാൻ പത്രവാർത്തകൾ പറഞ്ഞതിന് മാത്രമേ സമയമുണ്ടാവുകയുള്ളൂ. ഈ വളരുന്ന ലോകത്ത് തളരുന്ന ഒരു ധാർമ്മികത. നമ്മുടെ നഗരം വളരുകയാണ്, ഫ്ലാറ്റുകൾ വളരുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഖ സൗകര്യങ്ങൾ വളരുകയാണ്. എല്ലാം നമ്മുടെ കണ്ണുമുന്നിൽ എത്തി നിൽക്കുകയാണ്. ലോകത്തുള്ള ഒരു കമ്പ്യൂട്ടറിന് മുഴുവൻ സൂക്ഷിക്കാൻ കഴിയാത്തത് വിരലിന്റെ നഖത്തിന്റെ നാലുകൾ വലിപ്പമില്ലാത്ത ചെറിയ ഒരു മൈക്രോ ചിപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന, പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഴുവനും ഒരു മൈക്രോ ചിപ്പിൽ സൂക്ഷിക്കാൻ കഴിയുന്ന കാലത്താണ് നാം. ഇവിടെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? ഇവിടെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, 2 വിഭാഗം മനുഷ്യരുണ്ട് ഇവിടെ. ആ 2 വിഭാഗം മനുഷ്യരിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേൾക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ തളരുന്ന ധാർമ്മികതയുടെ നടുവിൽ വളരുന്ന ലോകത്തിന്റെ മുന്നിൽ അന്ന് ലോകമേറെ വളർന്നിരുന്നു. സാഹിത്യ തമ്പുരാക്കന്മാരുടെ ലോകം മേരി ഷെല്ലിയെക്കാളേറെ, ഹെലൻ കെല്ലറെക്കാളേറെ, ഷേക്സ്പിയറിനെക്കാളേറെ, വിക്ടർ ഹ്യൂഗോയെക്കാളേറെ, ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യ സമ്രാട്ടുകളെക്കാൾ വരുന്ന സാഹിത്യ ഭംഗിയുള്ള കവിതകൾ എഴുതി കൈലാലയത്തിന്റെ മുറ്റത്ത്, കൈലാലയത്തിന്റെ വാതിലിൽ തൂക്കിയിട്ടിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിൽ വളർന്നുപോയ ഒരു ലോകം. ആ ലോകത്തിന്റെ നടുവിലാണ്
എന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന കാലഘട്ടത്തെ ചരിത്രകാരന്മാർ വിശേഷിച്ചിട്ട് ഡാർക്ക് ഇരുട്ടിന്റെ കാലമെന്നാണ്. എന്തെങ്കിലും വെളിച്ചമുണ്ടായിരുന്നില്ലേ? എന്തേ കാലഘട്ടത്തിൽ വെളിച്ചമുണ്ടായിരുന്നില്ലേ? സൂര്യന്റെ വെളിച്ചം ഇതിനേക്കാൾ ഏറെ ഉണ്ടായിരുന്നു, ചന്ദ്രന്റെ വെളിച്ചം ഇതിനേക്കാൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്ന് ചരിത്രകാരന്മാർ പറയാൻ കാരണം. റോഡിന്റെ നടപ്പാതയിലൂടെ നടന്നു പോകുന്ന മനുഷ്യന്റെ മടിശീലയുടെ വലിപ്പം കാണുമ്പോൾ പിടിച്ചു നിർത്തിയിട്ട് കരുത്തറുത്തിട്ട് അവന്റെ മടിശീലയിൽ പണം പൊട്ടിച്ചു പോയ കാട്ടാളന്മാർ, ആ കാട്ടാളന്മാർ വിശുദ്ധമായ ഖുർആന്റെ ഇഖ്റ എന്ന ആയത്തോതിയപ്പോൾ, ആയത്തവരുടെ ഹൃദയത്തിൽ ഇറങ്ങിയപ്പോൾ, പാതിരാ സമയത്ത് സക്കാത്തിന്റെയും സദഖയുടെയും പൈസ കൈപിടിച്ചിട്ട് പാവപ്പെട്ടവർ ഉറങ്ങുന്നത് കാത്തവരുടെ വീടിന് മുമ്പിൽ കാത്തു നിൽക്കുന്ന ആളുകളായി മാറി. അങ്ങനെ ഒരു മാറ്റം അവർക്കുണ്ടായി. ആ ധാർമ്മികതയിൽ അവർക്ക് തളർന്നുപോയ ധാർമ്മികതയിൽ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അള്ളാഹുവിന്റെ റസൂൽ വരുന്ന കാലഘട്ടത്തിലെ ജനങ്ങൾ റോഡിലൂടെ നടന്നു പോകുന്നവന്റെ മടിശീലയുടെ കരം കണ്ടാൽ അവനെ പിടിച്ചു നിർത്തി കരുത്തറുത്തിയിട്ട് അവന്റെ മടിശീലയിൽ പണം ഒട്ടിച്ചു കൊണ്ടുപോയിരുന്നു. നിങ്ങൾക്കറിയില്ലേ, മക്കയിൽ നിന്ന് ശാമിലോട്ട് കച്ചവടക്കാർ പോകുന്ന ഇടയിൽ പർവ്വതത്തിന്റെ പുറകിൽ കുത്തിയിരുന്നിട്ട് പോകുന്നവനെ പിടിച്ച് മടിശീലയിൽ പണം ഒട്ടിച്ച ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അബൂദർ. ഗിഫാർ ഗോത്രത്തിന്റെ തലവൻ അബൂദറാണ്. പിന്നീട് അബൂദർ ഈ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് കൈകൊണ്ട് പറഞ്ഞ സയ്യിദുനാ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു. ആ ചെറുപ്പക്കാരന്റെ പഴയ കാലത്തിൽ നാട്ടിലെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ, ആ നാട്ടിലെ കഴുത്തറത്ത് നൊട്ടോറിയസ് ക്രിമിനൽ. അവരാരായി മാറിയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ അവരുടെ മനസ്സിൽ ഇറങ്ങി. ആഖിറം പഠിച്ചു, സ്വർഗം പഠിച്ചു, അല്ലാഹുവിനെ അറിഞ്ഞു, ഖുർആൻ പഠിച്ചു. അതുകൊണ്ട് ഈ ലോകത്തിന്റെ തകരുന്ന ധാർമ്മികത നന്നാവണമെങ്കിൽ ഖുർആൻ പറയുന്നിടത്തേക്ക് എത്തണം. രണ്ടേ രണ്ടായത്ത് അത് മാത്രം നമുക്ക് ചർച്ച ചെയ്താൽ മതി. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ബഹുമാനായ അവരാരായി മാറിയെന്നറിയോ? അവസാന സക്കാത്തിന്റെ പൈസയുമായി പാവപ്പെട്ടവർ ഉറങ്ങുന്നത് കാത്ത് വീടിന്റെ മുമ്പിൽ കാത്തു നിൽക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മളൊരു 100 രൂപ ആർക്കെങ്കിലും കൊടുത്താൽ 110 പേരെ അറിയും. നമ്മളൊരു 100 രൂപ ആർക്കെങ്കിലും കൊടുത്താൽ 110 പേരെ അറിയും. അല്ലെങ്കിൽ കൊടുക്കുന്ന ആള് വാങ്ങുന്ന ആളെങ്കിലും പറയും. ആരും അറിയാതെ കൊടുത്തു, ആരും അറിയാതെ കൊടുത്തു, കൊടുത്ത ആള് പറയും, വാങ്ങുന്ന ആള് മിനിമം 2 പേരെങ്കിലും അറിയണം. പക്ഷെ ഇവരാരായി മാറിയോ? വാങ്ങുന്ന ആൾക്കറിയില്ല ഇതാരാ തന്നതെന്ന്. ബഹുമാനപ്പെട്ട കഥ സുലൈമാൻ ഉസ്താദ് പറഞ്ഞ കൊടുത്തതാകാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ പാതിരാ സമയത്ത് വീട്ടിൽ പാവങ്ങൾ കിടന്നുറങ്ങുമ്പോ അവരുടെ ചോർന്നൊലിക്കുന്ന ചെറ്റപ്പുരയുടെ മറുഭാഗത്ത് അവർ കാത്തു നിൽക്കും സ്വർണത്തിന്റെ കിഴിയുമായി. പാവപ്പെട്ടവൻ ഉറങ്ങിയെന്നറിയുമ്പോ ഈ സ്വർണ്ണ കിഴി കൊണ്ടുപോയി കാൽപാദത്തിൽ വെക്കും. എന്നിട്ട് ആരും അറിയാതെ വീട്ടിലോട്ട് തിരിച്ചു പോകും. രാവിലെ ഉറങ്ങിക്കിടക്കുന്ന എഴുന്നേൽക്കുമ്പോ 100 സ്വർണ്ണ നാണയം തന്റെ തലയുടെ ഭാഗത്തിരിക്കും. പള്ളിയിൽ മുസ്ലിമാരെ കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റാൽ ഉടനെ അവർ ചിന്തിക്കുമ്പോൾ നോക്കുമ്പോ സ്വർണ്ണക്കിഴി എവിടെ ഇരിക്കുന്നു. ഉറങ്ങുന്നവനെ അറിയിക്കാതെ, പാലമറിന് ശബ്ദം കേൾക്കാതെ പണക്കിഴി എവിടെ വെച്ച് മുതലാളി കടന്നു പോകും. ആ കാട്ടാളന്മാർ ഈ അവസ്ഥയിലെത്തി. ആ കാട്ടാളന്മാർ ആ കാലഘട്ടത്തിന്റെ നാഗരികതയുടെ അടയാളമായി മാറി. പള്ളിയിൽ കിടന്ന ഒരാൾ എഴുന്നേറ്റാൽ, പള്ളിയിൽ ഒരു മുസാഫിർ കിടന്നിട്ട് എഴുന്നേറ്റാൽ ഉടനെ അയാൾ തലയുടെ താഴെ പൊക്കി നോക്കും, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ എന്നറിയാൻ. ആ കാലഘട്ടത്തിൽ പള്ളിയിൽ കിടന്നൊരു പാവപ്പെട്ടവർ ഇറങ്ങിയാൽ അയാൾ മടിശീല തപ്പി നോക്കും, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് വെച്ചോന്നറിയാൻ. നമ്മുടെ നാട്ടിലോ നമ്മുടെ പള്ളിയിൽ കിടന്നാൽ എഴുന്നേറ്റാൽ മടിശീല തപ്പി നോക്കും, വെച്ചവരുടെ ഉണ്ടോന്നറിയാൻ. നമ്മൾ വെച്ചിട്ട് കിടന്നവരുടെ ഉണ്ടോന്നറിയാൻ. രണ്ട് സന്തോഷമാവസ്ഥയിൽ സഹോദരങ്ങളെ, ഞാൻ ആദ്യമായിട്ട് വരുമ്പോ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ സ്ഥാനം ഒരിക്കലും ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഹൈസ്കൂളിൽ വന്നിട്ട് തോർക്കാൻ വേണ്ടി റാഡോടെ വാച്ചടിച്ച് അതിന്റെ അപ്പുറത്തെ കുട്ടിയിൽ വെച്ചു കൈ കഴുകിട്ട് ഇപ്പോൾ അടവാച്ച് റാഡോ വാച്ച് കണ്ടില്ല. കഴിഞ്ഞ റമദാനിൽ ഒരു മനുഷ്യന്റെ വാച്ച് പോയി. ഉസ്താദെ സെക്രട്ടറിയുടെ എംപ്ലോയീസ് ആണ്, അവർ ബസ്സേക്കാൻ വന്നതാണ്. ഉസ്താദെ ഞങ്ങളുടെ വാച്ച് പോയിട്ട് കിട്ടാൻ വേണ്ടി അടുത്ത വെള്ളിയാഴ്ച പറയണേ. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഒരു വന്നു എന്റെ റൂമിൽ. അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഈ കാര്യം പറഞ്ഞു. അവസാനം അവരോട് ഉസ്താദ് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്ത്? ഉസ്താദെ വാച്ച് പോയി. ആ ഉസ്താദിനോട് പറയാൻ വേണ്ടി താഴെ ചെരുപ്പൂരി വെച്ചിട്ട് റൂമിൽ ഒന്ന് തിരിച്ചത് ചെയ്തു പോയി. നടന്ന സംഭവമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടത്തിലെ ആളുകൾ അവരാരും അറിയില്ല. ആ കാലഘട്ടത്തിന്റെ നാഗരികതയുടെ അടയാളമായി മാറി. കാരണം പാവപ്പെട്ടവന്റെ വീടിനകത്ത് ആ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ പള്ളിയിൽ കിടക്കുന്നു, ഒരാൾ വീട്ടിൽ വന്ന് കിടക്കുന്നു. ഒരാൾ വന്ന് ഇങ്ങനെ നോക്കി 100 സ്വർണ്ണ നാണയം വെച്ചു, വീട്ടിലേക്ക് തിരിച്ചു പോയി. ഉറങ്ങിക്കിടന്ന ആൾ നോക്കിയപ്പോൾ 100 സ്വർണ്ണ നാണയം. വലിയ ആഗ്രഹത്തോടെ എണ്ണി നോക്കി വീട്ടിൽ പോയപ്പോ വാപ്പ ഇങ്ങനെ കസേരയിൽ ചാരി കിടക്കുകയാണ്. വാപ്പ
വാപ്പയോട് പറഞ്ഞു, വാപ്പ എനിക്കെന്നൊരു കോഡ് കിട്ടി. ഉറങ്ങി കഴിഞ്ഞപ്പോൾ 3 സ്വർണ്ണനാണയം തലയുടെ ഭാഗത്ത്. ആ സമയത്ത് വാപ്പ ചോദിച്ചു, എടാ പകയാ, അത് നീ ആയിരുന്നു വെച്ചത്? വാപ്പയാണ്. മകനാണെന്ന് പോലും നോക്കിയില്ല, അറിയില്ല. കാരണം ശബ്ദം കേട്ടാൽ ഉറങ്ങി കിടക്കുന്ന എഴുന്നേക്കും. അവർ രണ്ടുപേരും തമ്മിൽ തർക്കമായി. നീയാണെന്ന് അറിഞ്ഞാൽ ഞാൻ തരുമായിരുന്നില്ല, പൈസ തിരിച്ചതാ. അവസാന തർക്കമില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലെത്തി. റസൂലുള്ളാഹി കുഞ്ഞിരിയോട് പറഞ്ഞു, വാപ്പയോട് വലക്കം ആഴ്ത്ത ഇതാ, കൊടുത്തതിന്റെ പ്രതിഫലം നിനക്കുണ്ട്. മകനോട് പറഞ്ഞു, വലക്കം ആസത്ത, എടുത്ത പ്രതിഫലം നിനക്ക് വേണ്ടി. രണ്ടുപേരെയും പറഞ്ഞു വിട്ടു. ആരായിരുന്നു സഹോദരങ്ങളെ ഇവർ? രക്തക്കൊതിപ്പുണ്ട, രക്തക്കലിപ്പുണ്ട, മദ്യപാനത്തിന്റെയും വ്യഭിചാരത്തിന്റെയും ഏറ്റവും വലിയ അധപതനത്തിന്റെ അധമഭാവതലങ്ങളിലോട്ട് കടന്നുപോയ 6-ാം നൂറ്റാണ്ടിലെ കാത്തറവികളുടെ മനസ്സിന്റെ ഇടയിലേക്ക് ഇഖ്റ എന്ന് പറയുന്ന ഖുർആന്റെ വാക്യങ്ങൾ എഴുതിയപ്പോ, നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല, ഈ ഭൗതിക ലോകങ്ങളിൽ തൃപ്തിപ്പെടേണ്ടവരല്ല, അള്ളാഹുവിന്റെ പരലോകത്ത് നിങ്ങൾ ഹാജരാക്കപ്പെടുമെന്ന് പരലോകത്തിന്റെ സുവിശേഷം അറിയിക്കപ്പെട്ടപ്പോൾ ആ തകരുന്ന ധാർമ്മികതയുടെ നടുവിൽ സാഹിത്യ തമ്പുരാക്കന്മാരുടെ വളരുന്ന ലോകത്തിന്റെ മുമ്പിൽ, തകരുന്ന ധാർമ്മികതയുടെ മുമ്പിൽ അവരെത്രത്തോളമായി മാറിയെങ്കിൽ ആ സമൂഹത്തിനോടാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, ഈ ലോകത്ത് 2 വിഭാഗം ആളുകളാണ് ലോകത്തുള്ളത്. അവരാരെന്നറിയുമോ? വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അള്ളാഹുവിന്റെ ഖുർആൻ 2 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുകയാണ്. ഈ പ്രഭാഷണത്തിന് 2 ആയത്തുകൾ മാത്രം പറഞ്ഞ് നാം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ധാർമ്മികത തകരാതിരിക്കണോ? ലോകം എത്ര വളർന്നാലും, ലോകം മുഴുവനും കൈക്കുമ്പിളിൽ കിടന്നാലും, കോടികളുടെ കിടക്കപ്പായിൽ അടിയിൽ വന്നെത്തിയാലും, എന്റെ പൊന്നുമോനെ, നിനക്ക് ലോകത്ത് നല്ലവനായി ഒരു ധാർമ്മികതയുടെ അടയാളമായിട്ട് ജീവിക്കാൻ കഴിയണോ? 2ാമതൊരു വിഭാഗത്തിൽ പേടേണ്ടവരാണ്. അവരാരെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയ. അള്ളാഹുവിന്റെ തിരുദൂതരെ, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഭൂമിയുടെ പുറംനിലയുടെ മുകളിൽ മുസ്ലിമീങ്ങളെ 2 വിഭാഗം മാത്രമേ ഉള്ളൂ. 3ാമതൊരു വിഭാഗമില്ല. മുസ്ലിമീങ്ങളെ 2 വിഭാഗമേ ഉള്ളൂ. അതിൽ 1ാമത്തെ ആരെന്നറിയുമോ? വമിൻഹും, അവരിൽ ചില ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ അതിൽ പെടുത്താതിരിക്കട്ടെ. അതിൽ പെട്ടുപോയതാണ് സർവ്വപ്രശ്നത്തിന്റെയും കാതലായ പ്രശ്നമെങ്കിൽ സഹോദരങ്ങളെ, അവരാരെന്നറിയുമോ? അവരെ ജീവിതത്തിന്റെ 24 മണിക്കൂറും പറയുന്നത് എന്താ? അല്ലാഹുവേ, അല്ലാഹുവേ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ എന്തൊക്കെ തരാൻ കഴിയുമോ, എന്തൊക്കെ ഈ ഭൂമിലോകത്ത് നിങ്ങൾക്ക് കിട്ടാൻ കഴിയുമോ, അതെല്ലാം നിങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. 24 മണിക്കൂറും അവർ ദുആ ചെയ്യുന്നത് ദുനിയാവിന് വേണ്ടി, അവർ സഞ്ചരിക്കുന്നത് ദുനിയാവിന് വേണ്ടി, അവർ സമ്പാദിക്കുന്നത് ദുനിയാവിന് വേണ്ടി. നാളെ പരലോകത്ത് അവർ കണ്ണാണ്ടെടുക്കൽ യാതൊരുവിധ ഓഹരികളില്ല. ഒരു ചാമ്പുകളിൽ സൂര്യനുദിച്ചു നിൽക്കുമ്പോ നരകത്തിന്റെ മുമ്പിൽ വിഭ്രരായി, വിഭ്രാന്തരായി, പരിഭ്രാന്തരായി അവർ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ അവര് പരലോകത്തെ കുറിച്ച് ജീവിതത്തിൽ ചിന്തിക്കാത്തവരാ. അവരേത് സമയത്തും അവരുടെ ചിന്ത എന്താ? എന്ത് കിട്ടിയാലും ദുനിയാവിന് തരണേ നമ്പുരാനെ. അള്ളാഹു അതിന് മാറ്റി നിർത്തല്ലേ. ഈ ആയത്ത് കഴിഞ്ഞിട്ട് വിഭാഗമുണ്ട്. അത് കഴിഞ്ഞ് 2 ആയത്ത് കഴിഞ്ഞിട്ട് അള്ളാഹു വേറെ 2 വിഭാഗത്തെ പറയുന്നുണ്ട്. എല്ലാവരും പറയാനുള്ള സമയത്ത് ഇൻഷാല്ലാ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കണം. 2 വിഭാഗം. ഒന്നെന്താ? ദുനിയാവിൽ എന്ത് വേണമെങ്കിലും കിട്ടണം. അവരല്ല. ഇത് ആരെ കുറിച്ച്? ഇത് കാഫിറുകളെ കുറിച്ചല്ലല്ലോ, ഇത് അവിശ്വാസികളെ കുറിച്ചിട്ടല്ലല്ലോ. ആണോ? ഇത് അവിശ്വാസികളെ കുറിച്ചിട്ടാണോ? അല്ലല്ലോ. അവിടെ ഇവിടെ പറഞ്ഞു മിനുക്കുമ്പോൾ റബ്ബന, അവർ വിളിക്കുന്നത് റബ്ബന തന്നെയാണ്, അല്ലാതെ കർത്താവെന്നല്ല, ഭഗവാനാണല്ലോ. റബ്ബന, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. അപ്പൊ ഏത് വിഭാഗത്തെ കുറിച്ചിട്ടാണ്? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് പർദ്ദയിട്ടവരെ കുറിച്ചാണ്, ഇത് തൊപ്പിയിട്ടവരെ കുറിച്ചാണ്, ഇത് ദാടി വെച്ചവരെ കുറിച്ചാണ്. അടയാളങ്ങളുടെ ചിന്ത എന്താ? റബ്ബന ആതിനാ ഫിദ്ദുനിയ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരാമോ അതെല്ലാം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ.
അല്ലാതെ മക്കൾ MBBS ആകണം, മക്കൾ എഞ്ചിനീയർ ആവണം, അതെവിടെ മതി? ദുനിയാവിൽ മതി. അവൻ ഹാഫിള് ആവണം വേണ്ട, അവൻ ആര്യമാകണോ വേണ്ട, അവർക്ക് കിട്ടുന്നത് ദുനിയാവിൽ മതി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആഗ്രഹത്തിൽ വിശക്ക് കാണിക്കുന്നവരാ, കാരണം ഒരു മുസ്ലിം മാതാപിതാക്കളുടെ ചിന്തയല്ല എന്റെ മോൻ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. യഥാർത്ഥത്തിൽ അതുകൊണ്ട് എന്താക്കണം? ഡോക്ടറായിട്ട് MBBS എടുത്താൽ MD എടുക്കണമെങ്കിൽ 2 കോടി രൂപ വേണം. MBBS എടുത്താൽ തന്നെ 4 പാരാസെറ്റാമോൾ കുറിച്ച് കൊടുക്കാന്നല്ലാതെ, മുമ്പിൽ വരുന്ന 10 പേർക്ക് പാരാസെറ്റാമോൾ കുറിച്ച് കൊടുക്കാന്നല്ലാതെ, അല്ലെങ്കിൽ തൊണ്ടവേദന വന്നവന് തലവേദന വന്ന് ക്രോസിംഗ് കുറിച്ച് കൊടുക്കാന്നല്ലാതെ, തൊണ്ടവേദന വന്നവന് വൈക്കോലിനെ കുറിച്ച് കൊടുക്കാന്നല്ലാതെ, അതിൽ അപ്പുറത്തോട്ട് എന്താ കഴിയുക? ഇനി അവരുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഗവൺമെന്റ് ഡോക്ടറായിട്ട് ധരിക്കട്ടെ, ആ പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ആളുകൾ അവരുടെ മുമ്പിൽ വരും. ഇനി അവൻ എഞ്ചിനീയർ ആയി ടെക്നോ പാർക്ക് ജോലി ചെയ്യട്ടെ, ടെക്നോ പാർക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ മുമ്പിൽ വരൂ. എന്റെ IAS കാരനാണോ ചിന്തിക്കുന്നില്ല? ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന IAS കാരനല്ലേ? 4ാം ക്ലാസ് പഠിക്കാത്ത ആളുകൾ മുഖ്യമന്ത്രി ആകുന്നില്ലേ? ആരാ നിയന്ത്രിക്കുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ IAS കാരനാണ് രാഷ്ട്രത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിരിക്കുന്നത്. അവരാണ് ദൈവം ഉണ്ടാക്കുന്നത്, അവരാണ് എഴുതി വെക്കുന്നത്. മന്ത്രിമാരെ കണ്ടിട്ടില്ലേ? എഴുതിയിട്ട് ഇങ്ങനെ വായിക്കലല്ല പരിഗണിക്കാളുകൾ. വായിച്ചാൽ തന്നെ നേരെ നിവർന്നിട്ട് വർത്താനം പറയാൻ പറ്റുമോ? വിദ്യാഭ്യാസം വരാത്തതും കുഴപ്പമില്ല, അവരെടുക്കേണ്ടി വന്ന ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ അവരൊക്കെ നല്ല വിദ്യാഭ്യാസം ഉള്ളവരാണ്, വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, IAS കാരനാണ് ലോകത്തിനെ നിയന്ത്രിക്കുന്നത്. എന്തുകൊണ്ടല്ല അവൻ ഹാഫിളാവണം, അവൻ IAS കാരനാണെന്ന് ചിന്തിച്ചു. ആഗ്രഹത്തിന് വിശക്കാൻ, സ്വപ്നം കാണുന്നതിന് വിശക്കാൻ ഈ സമുദായം ഒത്തിരി അറിയാറുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ വിഭാഗം ദുനിയാവ് മാത്രം ആഗ്രഹിക്കുന്നവന് 8 മണിക്ക് കുട്ടിയെ സ്കൂളിൽ വിടാനേ പറ്റൂ, 7 മണിക്ക് കുട്ടിയെ മദ്രസ വിടാൻ പറ്റില്ല, കഴിയില്ല. കാരണം അവനെന്താ? അവന്റെ ചിന്ത മുഴുവൻ റബ്ബനാ ആതിനാ ഫി ദുനിയ, അല്ലാഹുവേ ഈ ദുനിയാവിൽ എനിക്ക് നൽകണേ എന്നാണ്. ഈ ദുനിയാവിൽ എനിക്ക് നൽകണേ എന്നാണ്. ഈ ദുനിയാവിന്റെ സുഖലോലുപത, ഈ ദുനിയാവിന്റെ എല്ലാവിധ ആവാളവും അത് കിട്ടിയാലും മതി. സഹോദരങ്ങളെ, ഈ ദുനിയാവെന്താണ്? ഈ ദുനിയാവെന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. വാപ്പ വയസ്സായി, ഉമ്മ വയസ്സായി, 8 മക്കളുണ്ട്. വാപ്പയും ആരുടെ കൂടെ കിടക്കണം? ഇളയവരുടെ കൂടെ നിന്നോട്ട്. 1000 രൂപ വാപ്പയ്ക്ക് വേണ്ടി മുതൽ മുടക്കിയാൽ അതിൽ നിന്ന് എന്ത് തിരിച്ച് ഇങ്ങോട്ട് ഇൻകം എന്ത് കിട്ടും? അത് ദുനിയാവിനെ കുറിച്ച് ചിന്തിക്കുന്നവർ ചിന്തിക്കൂ. ആദരത്തെ കുറിച്ച് ചിന്തിക്കുന്നവനെ വാപ്പയ്ക്ക് 1000 അങ്ങോട്ട് കൊടുക്കും. വാപ്പാക്കുമാർക്ക് 1000 രൂപ ഞാൻ മുടക്കി, 1000 കൊടുത്താൽ എനിക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടും? ലാഭം എന്ത് കിട്ടും? ഇൻകം എന്ത് കിട്ടും? താമസത്തിന് ഞാൻ കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഫർദാസാഹിബിനെ കൊടുത്ത പൈസ വേറെടുത്ത് നിക്ഷേപിച്ചാൽ വൈകുന്നേരം തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ അടുത്ത മാസം തിരിച്ചു കിട്ടും. പക്ഷെ ഇവിടെ കൊടുത്തതിന് തിരിച്ചെന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് ആഗ്രഹത്തെ ചൂണ്ടിക്കാണിച്ചിട്ടേ പറയാൻ പറ്റൂ. അപ്പൊ അദ്ദേഹം റബ്ബനാ ആതിനാ ഫി ദുനിയ എന്ന് പറഞ്ഞ ആളല്ല. അങ്ങനെ ആവാൻ കഴിയണമെങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, മദീനത്തിന്റെ ഓരത്ത് കൂടി നടന്നു പോകുമ്പോ ചത്തുപുഴുത്ത് കിടക്കുന്ന ഒരു നായിയുടെ ശവശരീരം കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് കൊടുക്കുന്നുണ്ട്. വല്ലാതെ മൂക്കുപത്തി നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ തിരുദൂതരെ ചോദിച്ചവർക്ക്, പ്രിയപ്പെട്ട സഹാബ, ഈ പുഴുത്തുനാട് കിടക്കുന്ന ഈ പട്ടിയുടെ ശവശരീരം ആർക്കാണ് വേണ്ടത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് മറുപടി പറഞ്ഞു, തിരുദൂതരെ, പട്ടിയെ തന്നെ ആർക്കും വേണ്ടാത്തതാണ്. അത് പുഴുത്തുനാടി പോയാൽ അതിനെ എന്തിനാണ് നബിയെ കൊള്ളാവുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചത് എന്താണ്? മനുഷ്യന്റെ ഹൃദയത്തിന്റെ വികാരങ്ങളെ തിരിച്ചറിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ഫിലോസഫി ചിന്താഗതി പഠിപ്പിച്ചത് മുഴുവൻ ഫിലോസഫിയാണ്. ലോകത്തിന്റെ ഏറ്റവും വലിയ തത്വശാസ്ത്രജ്ഞനായ നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, സഹാബ, എന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ദുനിയാവ് ഈ പുഴുത്തുനാടി കിടക്കുന്ന നായയുടെ ശവശരീരത്തേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടതാണ്. ആ വെറുക്കപ്പെട്ട ദുനിയാവിന് വേണ്ടിയാണ് നിങ്ങളുടെ ആയുഷ്ങ്ങളെ നശിപ്പിക്കുന്നതെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ, റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അല്ലാഹു തന്ന ആയുസ്, അല്ലാഹു തന്ന ആരോഗ്യം, അല്ലാഹു തന്ന സമ്പത്ത് ഈ പുഴുത്തുനാടി കിടക്കുന്ന നായക പോലും വരമില്ലാത്ത
നശിപ്പിച്ചു കളയുന്നത്. ആഖിറത്തിന് വേണ്ടി ജീവിക്കലല്ലേ നല്ലത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വിഭാഗം വമിൻഹും മയ്യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ രണ്ടാമത്തെ ദുനിയാവിലെ രണ്ടാമത്തെ വിഭാഗം ആളുകൾ ആരെന്നറിയോ? മയ്യഖൂലു, അവർ അല്ലാഹുവിനോട് എപ്പോഴും പറയുന്നവരാണ്, അല്ലാഹുവേ 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 റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന. അല്ലാഹുവേ ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യം തരണം, പക്ഷേ ദുനിയാവ് കൊണ്ട് മതിയാക്കരുത്. വഫിൽ ആഖിറതി ഹസന വഫിൽ ആഖിറതി ഹസന. നാളെ പരലോകത്ത് അതേപോലെ തന്നെ ഏറ്റവും നല്ല ഹസനാത്ത് നൽകണേ അല്ലാഹുവേ. തീർന്നില്ല സഹോദരങ്ങളെ, യഥാർത്ഥ മുഅ്മിനായ സഹോദരന്മാരെ, ദുനിയാവ് ചോദിച്ചതെന്താ? ഈ ദുനിയാവിലെ നന്മകൾ എനിക്ക് തരണം, ഈ ദുനിയാവിന്റെ വിപത്തുകൾ മാറ്റണമെന്നവിടെ ദുആയില്ല. പക്ഷെ ആഖിറത്തെ കുറിച്ച് ചോദിച്ചപ്പോ അല്ലാഹുവേ വഖിനാ അദാബന്നാർ. നാളെ ആഖിറത്തിലെ ഹസനത്ത് തന്നാൽ മാത്രം പോരാ, കത്തിക്കാവുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ എന്ന് അവർ അല്ലാഹുവോട് ദുനിയാവിൽ നിന്ന് ചിന്തിക്കുന്നവരാണെന്ന് ആദരവായ പ്രവാചക അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു കൂട്ടത്തിൽ പെടുത്തട്ടെ. ആഖിറ മാത്രമല്ല, ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ വേണം നല്ലത്. ദുനിയാവില്ലാതെ പറ്റുമോ? ദുനിയാവ് കൃഷിസ്ഥലമാണ്. ഇവിടെ കൃഷി ചെയ്താലേ ആഖിറത്തിൽ കൊയ്യാൻ പറ്റും. ദുനിയാവില്ലാതെ ആഖിറം നേടാൻ അല്ലാഹു പറഞ്ഞത് ദുനിയാവുണ്ടാവണം. ആ ദുനിയാവിന്റെ കാര്യം ഹസനത്തായിട്ട് തന്നെ നടക്കണം. ദുനിയാവിന്റെ കാര്യമായിട്ട് നടക്കണം. മാസം 1500 ഉസ്താദ് ശമ്പളം കൊടുത്ത് ഉസ്താദെ ബറക്കത്തുണ്ടാകുന്നത് ദുനിയാവിൽ പറ്റില്ല. 10 കിലോ അരി മേടിച്ചിട്ട് 100, അതിന് ദുനിയാവിന്റെ ഹസനത്തിന് ആവശ്യമുള്ളത് തന്നെ വേണം. ആഖിറത്തിന്റെ ഹസനത്ത് അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചിന്തിച്ചാലേ തആവുന്നത് എന്താണെന്ന് മനസ്സിലാവും. അങ്ങനെ ചിന്തിച്ചാലേ ഇതിന്റെ വില എന്തെന്ന് മനസ്സിലാവൂ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുനിയാവിൽ ആകെ 6 വിഭാഗം ആളുകൾ. ദുനിയാവിൽ ഈ മക്കളെന്തായിരിക്കും? ഈ ഭൂമിയുടെ പുറംതൊലിയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്നവരിൽ ആകെ 6 വിഭാഗം ആളുകൾ. എത്ര വിഭാഗം? എത്ര വിഭാഗം ആളുകൾ? 6 വിഭാഗം. ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ ആ വിജ്ഞാന നഗരത്തിന്റെ അനന്തര കമനീയ കാലമാണ് ഈ അരി എന്ന് റസൂലുള്ളാഹി തൊട്ടുചൂണ്ടി പറഞ്ഞ ലോകത്തിന്റെ വിജ്ഞാനത്തിന്റെ കവാടമേ. അരിസ്റ്റോട്ടിൽ കാണാത്ത, ക്രീച്ചെ കാണാത്ത, നെപ്പോളിയൻ പോലും താണ്ടി പോകാത്ത അറിവിന്റെ കവാടം താണ്ടിയ സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, ദുനിയാവിലെ ആകെ 6 വിഭാഗം ആളുകളേ ഉള്ളൂ. നാളെ ആഖിറത്തിലും 6 വിഭാഗം ആളുകളുണ്ട്. ആഖിറത്തിൽ 6 വിഭാഗം ആളുകളുണ്ട്. അല്ലാഹു നമ്മളെ അതിൽപ്പെടുത്തട്ടെ. അത് പറഞ്ഞ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇതിന്റെ ഇടയിൽ മിനിസ്റ്റർ വന്ന ഉദ്ഘാടനം. ദുനിയാവിലെ 6 വിഭാഗം ആളുകൾ. ഒന്ന് മദ്ഹൂം, തിന്നാൻ വേണ്ടി ജീവിക്കുന്നവർ. അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി ജീവിക്കുന്നവർ. 2 മഷ്റൂബ്, കുടിക്കാൻ വേണ്ടി ജീവിക്കുന്നവർ. ഒന്നുകിൽ കിട്ടുന്നതും തിന്നു തീർക്കുക, അല്ലെങ്കിൽ കുടിച്ചു തീർക്കുക. അതല്ലെങ്കിലോ മൂന്നാമത്തവൻ മൽബൂസിൽ, കിട്ടുന്നത് മുഴുവനും ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കുക. വസ്ത്രം ധരിച്ച് നല്ല മാന്യനായിട്ട് നടക്കുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സബർദാസായിക്കും മുസ്താദന്മാരെ നല്ല വെള്ള വസ്ത്രം ധരിച്ച് നറുമണം വീശി നല്ല മുഖപ്രസന്നതയോടെ പുഞ്ചിരിച്ചിട്ട് നടക്കും. പക്ഷെ അവരുടെ ഹൃദയത്തിന്റെ വേദന അറിയില്ല. ഒരു വലിയ വാക്കാണ്. ഉസ്താദന്മാർക്ക് എപ്പോഴും ഒരപ്പുറം കുട്ടി കൽപ്പിക്കുന്നതെന്ന് ആരെങ്കിലും കൊടുക്കാതിരിക്കണം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഞാൻ സാധാരണ പറയാറുണ്ടല്ലോ, 3 കാര്യങ്ങൾ നന്നായ ഏതൊരു മനുഷ്യനും ഒരു മാന്യനാണ്. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അപരിചിതനെ നാം കണ്ടു. അയാളപ്പുറം നിൽക്കാണ്. നമ്മളയാളെ എങ്ങനെയുള്ളതാണ്? കാശുള്ളവനാണോ, ഇത്തിരി സൗകര്യമുള്ളവനാണോ, അതല്ല ലോ ക്ലാസ് ആണോ അറിയുന്ന എങ്ങനെയാണ്? 3 കാര്യം നന്നായാൽ മതി. 1, അവന്റെ വസ്ത്രം. നല്ല വെള്ള വസ്ത്രം പശയൊക്കെ മുക്കി നന്നായിട്ട് വടിവെക്കാത്തിട്ട ഉള്ളിലെ വേദന പിന്നെ അതില്ല, അത് അതിന്റെ ഉള്ളിൽ നിന്നു. 2, കാലിലെ ചെരുപ്പ്. ആ ചെരുപ്പ് നന്നായാൽ അപ്പോ തന്നെ അറിയാം അവൻ അത്യാവശ്യമാണ്. 3, മുടി നന്നായിട്ടൊക്കെ
മീശയൊക്കെ വെട്ടി അലസമാവാതെ താടിയിലേക്ക് ഡ്രസ് ചെയ്ത് മുഖത്ത് വരെ പ്രസന്നതയോടെ ഇരുന്നാൽ ഏതൊരു മനുഷ്യന് പറയാം. എന്റെ സെക്രട്ടേറിയറ്റ് നിങ്ങൾ പോയി നോക്കി, ഇതേപോലെ ആയിരക്കണക്കിന് ആളുകളെ കാണും. നമ്മൾ കണ്ടിറങ്ങിയ ആഭ്യന്തരമന്ത്രിയാണ്, എവിടെ പെട്ട 6ാം ക്ലാസ് പഠിച്ചിട്ട് ലോക്കൽ കമ്മിറ്റിക്ക് അപ്പുറം കടന്നിട്ടുണ്ടാവില്ല. അതൊരു അടയാളമാണ്, അതിന്റെ ഉള്ളിലൊന്നും അറിയില്ല. മൽബൂസ് മൂന്നാമത്തെ ആള് നന്നായിട്ട് ആഡംബരത്തോടെ വസ്ത്രം ധരിക്കുന്നവൻ. 4ാമത്തെ ആളോ മർബൂൻ, ഏറ്റവും വലിയ വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ, ഏറ്റവും സുന്ദരമായ വാഹനം. 5 മൻബൂൻ, പെണ്ണ് കെട്ടി ജീവിക്കുന്നവർ. 10 12 മഷ്മൂൻ, സുഗന്ധം ആസ്വദിച്ച് ജീവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ കുറെ നാട്ടിലൊക്കെ കറങ്ങി കുറെ സ്ഥലമൊക്കെ കണ്ട് അങ്ങനെ ദുനിയാവിൽ ജീവിക്കുന്ന ആളുകൾ. 6 വിഭാഗം ആളുകളാണ് ദുനിയാവിലുള്ളത്. എത്ര വിഭാഗം? 6 വിഭാഗം. ഒന്നാമത്തെ ആളാരാ? ബഹുമാനപ്പെട്ട സയ്യിദ്ന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. ആകെ മനസ്സിലാകാത്തവരാണ് പറയുക, ഈ ദുനിയാവിലെ 6 വിഭാഗം ആളുകളെ ഒന്നവരെ തിന്നു കുടിച്ചു ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ, വൈകുന്നേരം കിട്ടുന്നതിന് ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലി റളിയല്ലാഹു തആല ചോദിച്ചു, ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഏതാ? കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഭക്ഷണം മധുരമുള്ള തേനല്ലയോ? തേനിനേക്കാൾ ആസ്വാദകരമായ ഭക്ഷണം ഏതാണുള്ളത്? അലി റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ദുനിയാവിലെ ഏറ്റവും സാധുള്ള ഭക്ഷണം തേനാണെങ്കിൽ ആ തേനിനെ കുറിച്ച് നിനക്കറിയുമോ? അത് ഈച്ചയുടെ പൃഷ്ഠഭാഗത്തേക്ക് വരുന്നതാണെന്നറിയില്ലേ? ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം അതൊരു ഈച്ചയുടെ ഒരു പ്രാണിയുടെ വിസർജ്യമാണെന്ന് നിനക്കറിയില്ലേ? അതല്ലേ ഏറ്റവും വലുതായി നീ കണക്കാക്കുക. രണ്ടാമത്തെ ആൾ, അവർ ഏറ്റവും നന്നായിട്ട് കുടിച്ചു ജീവിക്കുന്നവരാണെങ്കിൽ ഈ ദുനിയാവിൽ കിട്ടുന്ന ഏറ്റവും നല്ല കുടിക്കാൻ പറ്റുന്ന സാധനമേടാ? അൽമാഹു, പച്ചവെള്ളമല്ലേ? ആ പച്ചവെള്ളത്തിന്റെ കാര്യം നോക്ക്. അമ്മാനെ അനുസരിക്കുന്നവനും ഇബാദത്ത് ചെയ്യുന്നവനും തെമ്മാടിക്കുമൊക്കെ പച്ചവെള്ളം വാരി കോരി കൊടുക്കുന്നവരല്ലേ? അള്ളാഹുവിനെടുക്കൽ യാതൊരു വിലയില്ലാത്ത സാധനമല്ലേ? അതിനു വേണ്ടിയാണോ ഈ ദുനിയാവിൽ നീതിയിരിക്കുന്നത്? പച്ചവെള്ളം ആർക്കും കൊടുക്കുന്നതല്ലേ? അതിനു വേണ്ടിയാണോ ദുനിയാവിൽ നീതിയിരിക്കുന്നത്? മൂന്നാമത്തെ ആള്, അവൻ നല്ല വസ്ത്രം അങ്ങനെ ധരിക്കുന്നവനാ, സുന്ദരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നവനാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്റഫുൽ മൽബൂസാത്തി അൽ-ഹരീറു, ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും നല്ല വസ്ത്രമേതാ? അത് പട്ടുവസ്ത്രമല്ലേ? അത് കാഞ്ചീപുരം പട്ടിന്റെ സാരിയല്ലേ? കാഞ്ചീപുരം ബനാറസിന്റെ പട്ട് സാരിയല്ലേ? അത് വാരി ചുറ്റിയിട്ട് ദുനിയാവിലൂടെ ഇങ്ങനെ ഒരുമാതിരി കപ്പലയിലെ കോഴിയെ പോലെ നടക്കുമ്പോ ഓർക്കുന്നുണ്ടോ? അതെവിടെ നിന്നാണ് വരുന്നതെന്ന്? അതൊരു പട്ടുനൂൽപ്പുഴുവിന്റെ കാഷ്ടമല്ലേ? അതൊരു പുഴു കാട്ടിക്കുന്നതല്ലേ? പട്ടുനൂൽപ്പുഴുവിന്റെ കാട്ടത്തിൽ നിന്നാക്കുന്നതല്ലേ പട്ടുനൂല്? അതിനു വേണ്ടിയാണോ നിന്റെ ജീവിതത്തിൽ ആർഭാടം? സഹോദരങ്ങളെ, നന്നായിട്ട് ചിന്തിക്കണം. ചില ആളുകൾ പൈസ ചെലവഴിക്കുന്നത് ഏറ്റവും വലിയ വാഹനത്തിന് വേണ്ടിയാണ്. കേരളത്തിൽ 4 കോടി രൂപ വരെയുള്ള വാഹനം ആദ്യം ഇറക്കിയത് മലപ്പുറം ജില്ലയിലാണ്. ഇറക്കിയത് നമ്മളുടെ ആളാണ്. 4 കോടി രൂപയാണ്. ഷോറൂമിന്റെ ഫോട്ടോ സഹിതം വന്നതാണ്. 4 കോടി രൂപയാണ് വില. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് വാഹനത്തിന്റെ ആഡംബരത്തിന്റെ പുറകെ പോകുന്നത്? അത് കാരണത്താണല്ലേ എത്ര പുരുഷന്മാര് കൊല്ലപ്പെട്ടത്? അതിൽ കിടന്നിട്ടല്ലേ എത്ര പുരുഷന്മാര് കൊല ചെയ്യപ്പെട്ടത്? 4 കോടിയുടെ വാഹനത്തിലല്ലേ? സഹോദരങ്ങളെ, 30 വർഷം സൗദി അറേബ്യ അടക്കി ഭരിച്ച രാജാവിന്റെ കുടുംബത്തിൽപ്പെട്ട മനുഷ്യനാണ് ഏറ്റവും വില കൂടിയ വാഹനത്തിൽ സൗദി അറേബ്യയുടെ വഴിമുറിയിൽ വഴിതെറ്റിപ്പോയത്. ആ വഴിതെറ്റിപ്പെട്ട ഹമ്മർ വാഹനത്തിൽ സൗദി അറേബ്യയുടെ മണലാരിന്റെ മുഴുവനും മലനിരിഞ്ഞ് നടത്തിട്ട് രാജകുടുംബത്തിൽ കിടന്ന സ്വർണ്ണസിംഹാസനത്തിൽ കിടന്നുറങ്ങിയ സ്വർണ്ണ ചഷകങ്ങളിൽ പാകം ചെയ്ത സൗദി അറേബ്യയുടെ കിരീടാവകാശി 12 വർഷം മുമ്പ് ഭരിച്ചു പോയത് സൗദി അറേബ്യയുടെ മണലാരിനത്ത് ഒരു തുള്ളി വെള്ളം കണ്ണം നനയ്ക്കാനില്ലാതെയാണ് ഭരിച്ചു പോയത്. എവിടെയാണ് ഭരിച്ചു പോയത്? ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാതെ സൗദി അറേബ്യയുടെ മരുഭൂമിയിൽ. എന്തിനാ സഹോദരങ്ങളെ ഈ ദുനിയാവിനെ കുറിച്ച് വല്ലാതെ കൊണ്ടുപിടിക്കുന്നതിനാണ്
സൗദി അറേബ്യയുടെ യുവരാജകുമാരൻ മരിച്ചതെവിടെയാ? മരുഭൂമിയുടെ ചുട്ടുപെടുത്ത മണൽത്തരിയുടെ മുകളില് ഒരു ഗ്ലാസ് വെള്ളത്തിന് ആകാശത്തേക്ക് നോക്കി കാക്ക പോലും അറിയില്ലല്ലോ. കാക്കയുടെ വിളി കണ്ടാൽ അറിയാം അടുത്ത വെള്ളമുണ്ടെന്ന്. കാക്ക പോലും സൗദി അറേബ്യയിലില്ല. ആ മണലാറിനത്തിന്റെ മുകളിൽ കിടന്നിട്ട് വല്ലാതെ ചിതറിത്തെറിച്ചൊരു വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോ മരിക്കുന്ന സമയത്ത് തൊണ്ട പൊട്ടിയിട്ടാണ് മരിച്ചത്. ഏത് സൗദി അറേബ്യ? ആ രാജകുമാരൻ പെടഞ്ഞു മരിച്ച മണ്ണിന്റെ ഭാഗത്ത് അവിടെ മണ്ണൊന്ന് കുളിച്ചാൽ കിട്ടുന്നത് പെട്രോളിയമാണ്, സ്വർണത്തിന്റെ മലകളാണ്. സ്വർണത്തിന്റെ മലയാണ് അതിന്റെ ഒരാള്. സൗദി അറേബ്യയിലെ സ്വർണത്തിന്റെ കനിയുള്ളത്. എന്റെ പ്രിയപ്പെട്ട സഹോദരനോട് ഞാൻ പറയുന്നത് റമദാൻ കൂടി കണക്കിലെടുത്തിട്ട് എന്റെ കൈകളെ തൊട്ട് പറയുക, ഈ ആഡംബരത്തിന് മുകളിൽ കിടക്കുന്ന ഈ കിടപ്പുന്ന വാഹനത്തിന്റെ പേരല്ല. ഏറ്റവും വിവാഹം ചെയ്ത് ജീവിക്കുന്നവനാണ് വിവാഹം ചെയ്യുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം പെണ്ണല്ലേ. ആ പെണ്ണെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ?